സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സംസാരിക്കുകയാണ്. അതിലേക്ക് സമസ്ത ഇവിടെ ഒരു സ്ഥാനാർത്ഥിയും ഇവിടെ സമസ്ത നിർത്തടിച്ചല്ലോ. അത് ഓരോ പാർട്ടികളും അവർക്ക് യോജിച്ച ആളുകൾ നിർത്തും. സമസ്തയിലുള്ള ആളുകൾക്ക് സമസ്തക്ക് സ്വന്തമായിട്ട് അതിലൊരു അഭിപ്രായങ്ങളൊന്നുമില്ല. സമസ്തയിലുള്ള ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. അതൊന്നും എനിക്കറിയില്ല. ഇപ്പൊ എന്നോട് ചോദിക്കേണ്ടതല്ലോ. അത് സമസ്ത സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥിനല്ലോ പേര് നിർത്തല്. ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും UDF ആണെങ്കിലും LDF ആണെങ്കിലും അവരുദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികൾ അവർ നിർത്തും. അവർക്ക് വിജയസാധ്യതയുള്ള ആളുകൾ നിർത്തും. അത്രല്ലേ ഞാൻ എന്തായാലും പറയാം. അതൊക്കെ ഞാനല്ലോ അത് പറയാം. ലീഗിന് 3-ാം സീറ്റിനല്ല 4-ാം സീറ്റിനൊക്കെ മുരളിത പറഞ്ഞാൽ എനിക്ക് 5-6 സീറ്റിന് അർഹത ഉണ്ടല്ലോ. അല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ആദ്യം. അതിന്റെ മണ്ഡലമല്ല അത്. ഇതുകൊണ്ട് പിന്നെ അതിനപ്പുറം അത് ലോക്സഭ പ്രഖ്യാപിക്കാട്ടുന്നത് നമുക്കൊരു നടത്താം കേട്ടോ. പിന്നെ പറഞ്ഞോളി. ഞാൻ പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, അതായത് തെരഞ്ഞെടുപ്പാണ്. അപ്പം ഈ ഇപ്പത്തെ ദേശീയ രാഷ്ട്രീയമൊക്കെ വെച്ചിട്ട് അത് സമസ്തന്റെ പഴയ ഒരു നയമുണ്ട്. ആ നയം അനുസരിച്ച് ഞങ്ങൾ പോകും. അതൊന്നും ഒരിക്കൽ കൂടി എല്ലാവർക്കും അറിയില്ല. സുപരിചിതല്ലേ. സംവിധാനം വരുന്നതോടെ കുറച്ച് ദുർബലമാകുന്ന സാഹചര്യം വരും. അത് ഞങ്ങൾ ഒന്നിനും ദുർബലപ്പെടുത്താനല്ല SNECന്റെ അയക്കുന്നത്. ഞങ്ങളൊരു സംവിധാനം ഉണ്ട്. ആ സംവിധാനത്തിൽ കൂടി പോകുന്നുള്ളതാണ്. അപ്പം ഇത് കൂടുതൽ ശക്തിപ്പെടുവാണെങ്കിൽ അല്ല, ഇത് ശക്തിപ്പെടുത്തു ഞങ്ങള്. സ്ഥാപനങ്ങളൊക്കെ നമ്മളിലേക്ക് വരുന്നുണ്ടോ? വരാ, എല്ലാവർക്കും വരാം. സമസ്തന്റെ അതിപ്പോ വരുന്നതിനിപ്പോ ആർക്കും കുഴപ്പമില്ല. മൂന്നാം സീറ്റിന്റെ കാര്യം ചോദിക്കുന്നില്ല. സമുദായ താല്പര്യം മുൻനിർത്തുന്ന പാർട്ടിയാണ്. അല്ല, അത് അവർക്ക് എത്രയും ചോദിക്കാലോ. ഇപ്പൊ ആർക്കും ഞാനില്ലല്ലോ പറയേണ്ടത്. അത് അവര് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആളുകൾ ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാർ അവരുടെ സീറ്റിനെ പറ്റി അവർ പറയും. അത് അവരെ UDF യോഗത്തിലും അവർ ഉന്നയിക്കും. അതിനൊരു നല്ല തീരുമാനം ഉണ്ടാവുമല്ലോ. ഈ നേതാക്കള് പൊതുവേദിയിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി ഈ ജാഗ്രത പാലിക്കേണ്ടത് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇതൊക്കെ ഇപ്പൊ തത്സമയം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഇവർ ഈ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് UDF-ൽ അത്തരം അബദ്ധ വാക്കുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങും ഈ പറഞ്ഞ ഒരു പൊതുവേദിയിൽ പങ്കെടുക്കുന്ന ഞാൻ ജാഗ്രത പാലിക്കലുണ്ട്. മറ്റുള്ള ആൾക്കാർ പാലിക്കേണ്ടതുണ്ടോ? മറ്റുള്ളവരെ പറ്റി ഞാനെങ്ങനെ പറയാം. കഴിഞ്ഞില്ലേ? സമസ്ത അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അദ്ദേഹം ഈ രാഷ്ട്രീയപരമായ ലീഗിന്റെ 3-ാം സീറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ വിസമ്മതിക്കുകയാണ്. കെ സുധാകരനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നെങ്കിലും രാഷ്ട്രീയം തന്റെ മണ്ഡലമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്.